ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാജ്യസഭാ സീറ്റിൽ പിടിമുറുക്കിയ LDFിലെ ഘടകകക്ഷികൾ രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന നിലപാട് കടുപ്പിക്കാനൊരുങ്ങുന്നു CPI. കേരള കോൺഗ്രസിന് വേണമെങ്കിൽ മറ്റു പദവികൾ നൽകുന്നതിൽ തങ്ങൾക്ക് വിരോധമില്ല. എന്തായാലും ഇക്കാര്യം CPM നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. കേരള കോൺഗ്രസും ജനതാദൾ എസും സീറ്റ് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതോടെ സീറ്റ് വിഭജനം എളുപ്പമാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. VA ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ രാജ്യസഭാ സീറ്റിനായിട്ടുള്ള തർക്കം LDFിൽ മുറുകുകയാണ്. ഓരോ ഘടകകക്ഷികളും സീറ്റ് തങ്ങൾക്ക് വേണം എന്ന ആവശ്യത്തിലേക്ക്, ഉറച്ച ആവശ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. CPI ആകട്ടെ ഈ സീറ്റ് വേറെ ആർക്കും നൽകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്യസഭയിലേക്കുള്ള 3 ഒഴിവുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതിൽ LDFിൻ്റെ അംഗബലമനുസരിച്ച് 2 പേരെ ജയിപ്പിച്ചെടുക്കാം. ഇതിൽ ഒരു സീറ്റ് CPM ഏറ്റെടുക്കും. മറ്റൊരു സീറ്റിന് വേണ്ടിയുള്ള തർക്കമാണ് ഇപ്പോൾ രൂക്ഷമാകുന്നത്. CPI ആകട്ടെ ഈ തോൽവിക്ക് പിന്നാലെ CPM നേതൃത്വത്തെ വിവരം തങ്ങളുടെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ഒരു കാരണവശാലും ഈ സീറ്റ് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല. കേരള കോൺഗ്രസ് എമ്മിന് മറ്റേതെങ്കിലും പദവി നൽകുന്നതിൽ, അത് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ മറ്റേതെങ്കിലും പദവി നൽകുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല തുടങ്ങിയ കാര്യങ്ങളാണ് CPI ഇപ്പോൾ CPMനെ അറിയിച്ചിരിക്കുന്നത്. CPMനാകട്ടെ CPIക്ക് സീറ്റ് നൽകണമെന്ന ഒരു ധാരണയാണുള്ളത്, അല്ലെങ്കിൽ ആ ഒരു നീക്കമാണുള്ളത്. മറ്റ് ഘടകകക്ഷികളെ അനുനയിപ്പിക്കാം എന്നുള്ളതാണ് CPM ഇപ്പോൾ കരുതുന്നത്. ഇവരുമായി ഉഭയകക്ഷി ചർച്ചകൾ ഉടൻ തന്നെ തുടങ്ങാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും കേരള കോൺഗ്രസ് എം ആകട്ടെ തങ്ങളുടെ ജോസ് കെ മാണിയുടെ ഒരു സീറ്റാണ് ഇപ്പോൾ കാലാവധി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റ് തങ്ങൾക്ക് വേണം എന്നുള്ള ഉറച്ച നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. RJD ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് പങ്കാളിത്തം പോലും ലഭിച്ചില്ല എന്ന പരാതി ഉയർത്തുന്നു. സ്വാഭാവികമായും ഇതെല്ലാം ഒരു വലിയ തർക്കത്തിലേക്ക് LDFിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. അതോടൊപ്പം കേരള കോൺഗ്രസ് എമ്മും RJDയും എന്ന് പറയുന്നത് മറ്റൊന്നും തങ്ങൾക്ക് ഈ മുന്നണിയിൽ വന്നതിന് ശേഷം ലഭിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്ന ചോദ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്.